കുട്ടികളെങ്ങനെ കൊണ്ടുനടക്കുന്നുണ്ടാവും, പക്ഷേ ഇൻവോൾവ് ചെയ്യില്ല. പാരൻസിലൊരു വിഭാഗം അതാണ്. ഇവിടെ കുറേ പാരൻസ് ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് പറയാം. അവർ ഭക്ഷണം കൊടുക്കുന്നുണ്ടാവും, വസ്ത്രം കൊടുക്കുന്നുണ്ടാവും, പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നുണ്ടാവും, പക്ഷേ അവരുടെ ലൈഫിൽ ഇൻവോൾവ് ചെയ്യില്ല. അങ്ങനത്തെവരാണ് ഏകദേശം 60% പാരൻസും കേരളത്തിൽ. വീട്ടിലുണ്ട്, ഭക്ഷണമുണ്ട്, വസ്ത്രമുണ്ട്, പക്ഷേ അവരുടെ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ പോലും ഇവർ ഇടപെടില്ല. ഇടപെടുന്നത് കുട്ടികൾക്ക് ഇഷ്ടമല്ല. ഇടപെടൽ 2 രീതിയിലാകാം. ഒന്ന് ഇൻറ്റേർണൽ, മറ്റൊന്ന് എക്സ്റ്റേണൽ. എക്സ്റ്റേണലായിട്ട് ഇടപെടുന്ന ആളുകളെ കുട്ടികൾക്ക് ഇഷ്ടമല്ല. പക്ഷേ ഇൻസ്പയർഡ് ആയിട്ടുള്ള പാരൻസിനെ കുട്ടികൾക്ക് എപ്പോഴും ഇഷ്ടമാണ്. ഇപ്പം ഈ അടുത്തിടെ കണ്ടില്ലേ, സിവിൽ സർവീസ് പാസ്സായിട്ട് ആ കുട്ടി ഓടി നടക്കാൻ അച്ഛനെ തേടിയിട്ട്. നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. സിവിൽ സർവീസ് പാസ്സായി എന്ന് കേട്ടിട്ട് ഓടുകയാണ്. ചായക്കച്ചവടക്കാരനായിട്ടുള്ള പാരൻറ്റ്, അച്ഛൻ റോഡ് സൈഡിൽ വെച്ചിട്ട് കണ്ടുമുട്ടുമ്പോൾ പരിസരമൊന്നും നോക്കാതെ അച്ഛനെ കെട്ടിപ്പിടിച്ച് വാവിട്ട് കളയുന്ന ഒരു സിവിൽ സർവീസുകാരിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ഇൻറ്റേർണൽ പാരൻറ്റിങ് ആണ്. ആ ചായക്കച്ചവടക്കാരൻ ഒരിക്കലും സിവിൽ സർവീസിൻ്റെ ഒന്നും പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല അയാൾക്ക്. പുസ്തകത്തിൻ്റെ റെഫറൻസ് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല അയാൾക്ക്. പക്ഷേ ഈ കുട്ടിക്കറിയാം തൻ്റെ അച്ഛൻ ഒരുപാട് കിനാവുകളുണ്ട് എന്ന്, തൻ്റെ അച്ഛൻ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് എന്ന്. താൻ ഒരു സിവിൽ സർവീസുകാരിയായി കാണാൻ വേണ്ടിയിട്ടാണ് ഓരോ ദിവസവും സൈക്കിളിൽ ചായ ചുമന്നുകൊണ്ട് തെരുവുകൾ നടക്കുന്നത് എന്ന്. ഞാൻ പറഞ്ഞു വരുന്നത്, പാരൻ്റ് എന്ന് പറയുമ്പോൾ ഇത് പാരൻറ്റിൻ്റെ ഓറിയൻറ്റേഷനൊന്നുമല്ല. ഇതൊരു തുടക്ക ദിവസമാണ്, ഇനീസിയുമാണ്. പക്ഷേ പാരൻസിനോടും ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഏതിനാണ് ജോയിൻ ചെയ്തത് എന്ന് ആദ്യം നമ്മൾ വിശ്വസിക്കണം. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള ഒന്നാണ് ഈ പറയുന്ന അലൈൻ സയൻസ് എന്ന് പറയുന്നത്. പാരാമെഡിക്കൽ കോഴ്സസ് എന്നോ എന്ത് നിങ്ങളതിനെ വിളിച്ചാലും ടേംസ് മാറി മാറി വരും. ചെയ്യാനുള്ള പണിയൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പം മെഡിക്കൽ എത്തിക്സും വാല്യൂസും കീപ്പ് ചെയ്തുകൊണ്ട് അതിമനോഹരമായി ആ ഏരിയയിൽ ഇടപെടുന്ന അതിൻ്റെ സയൻസ് പഠിക്കുന്ന കുട്ടികളാണ്. അതിൽ പല ലോകത്തേക്കും നമ്മൾ കടന്നു പോകും, പല സ്റ്റാൻഡേർഡ്സിലേക്കും നമ്മൾ കടന്നു പോകും. അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ നമുക്കറിയാം. ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സ് കഴിഞ്ഞാൽ, ഇവിടെ കോഴ്സ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഏറ്റവും കൂടുതൽ സാലറി വാങ്ങിക്കുന്ന ആളുകൾ അത് ശരിക്കും പറഞ്ഞാൽ ആരെന്ന് ചോദിച്ചാൽ ഒന്ന് ബി ഫാമിലെ റിസർച്ച് സ്കോളേഴ്സാണ്, മറ്റൊന്ന് അത് നേഴ്സസാണ്. ഡോക്ടേഴ്സിൻ്റെ അതേ സാലറി തന്നെയാണ് ഏകദേശം വിദേശ രാജ്യത്തിൽ നേഴ്സുമാർക്കും കിട്ടുന്നത്. ആ കോഴ്സ് ഇവിടെ ഉണ്ടോ? ഹോസ്പിറ്റൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. എന്നാൽ അതേപോലെ ഈ നേഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇമോഷണലി കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ആളാണ്. ഇൻ്റലക്ച്വൽ 30%, ഇമോഷണൽ 70% വേണം. അതിൻ്റെ കാറ്റഗറി നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അതിനേക്കാൾ ഒന്നും കൂടി 50-50 ലെവലിൽ നിൽക്കേണ്ട ആൾക്കാരാണ് ബാക്കിയുള്ള എല്ലാ ആൾക്കാരും. ഇൻ്റലക്ച്വലി 50 നമ്മളവിടെ ഇൻവോൾവ്ഡ് ആയിരിക്കണം, അതോടൊപ്പം തന്നെ ഇമോഷണലി ആയിരിക്കണം. ലോകത്തിൽ ഇവിടേക്ക് ഇൻ്റർമാനൊക്കെ നടത്തുമ്പോൾ അവർക്കറിയാം, ലോകത്തിൽ ലാംഗ്വേജ് ഏറ്റവും കൂടുതൽ അറിയേണ്ടതും 7.5 എന്ന് പറയുന്നത് അയൽസിൽ വേണ്ടതും ഈ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കാണ്, നിങ്ങൾക്കാണ്. ബിസിനസ് പഠിക്കാൻ 6.5 മതി. കാരണം ബിസിനസ്സിൽ എന്തെങ്കിലും താളം തെറ്റിയാൽ ബിസിനസ്സിലെ നഷ്ടമേ വരൂ. പക്ഷേ ഇതിലെന്തെങ്കിലും താളം തെറ്റിയാൽ മനുഷ്യൻ്റെ ജീവനെയായിരിക്കും ബാധിക്കുക. അതുകൊണ്ടാണ് ലോകതലത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുമ്പോൾ 7.5 തന്നെ ഇത് വേണമെന്ന് പറയുന്നത്. കാരണം ഡോക്ടേഴ്സ് പറയുന്ന ലാംഗ്വേജ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് പറയുമ്പോൾ അതെല്ലാം ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു എബിലിറ്റി, അതിനെയാണ് സ്കില്ലെന്ന് പറയുന്നത്. സ്കില്ലുകളിൽപ്പെട്ട ഒന്ന് അത് തന്നെയാണ്. ഇത്തരം സ്കിൽസിലൂടെ വളർന്നു വന്ന ആളുകൾക്ക് എന്നും ലോകത്തിൽ വലിയ സ്ഥാനമുണ്ട്. അപ്പം ഇന്നിവിടെ ഇതിനതിമനോഹരമായി ഇനീസിയോ എന്ന് പേരിട്ട് നമ്മൾ തുടക്കം കുറിക്കുമ്പോൾ ആദ്യം തന്നെ കുട്ടികളോട് പറയാനുള്ളത്, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ സ്ഥാപനം, ഞാൻ ഒരുപാട് തവണ ഇവിടെ വന്നത് കൊണ്ട് സ്കില്ലിന് കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കുന്നു എന്നതാണ്. എൻ്റെ ഒരു ബേസിക് നോളജ് എന്തെന്ന് ചോദിച്ചാൽ, ബേസിക്സ് നഷ്ടപ്പെടാതെ 10ാം ക്ലാസ് വരെ പഠിച്ചാൽ മതി എന്നുള്ളതാണ്. നിങ്ങളത് എങ്ങനെ എന്നെ എതിർത്താലും ശരി, സൈക്കോളജിക്കലി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അല്ല, SSLC വരെ അതിമനോഹരമായ മാർക്ക് എടുത്തു എന്നതുകൊണ്ട് ഒരു കുട്ടിക്ക് സ്കില്ലുണ്ടാവില്ല. സ്കില്ലുണ്ടാവണമെങ്കിൽ മാർക്കിനേക്കാൾ അപ്പുറത്തേക്ക് ചില ലോകങ്ങൾ സഞ്ചരിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ഇംഗ്ലീഷിൽ 100ൽ 100 മാർക്ക് കിട്ടി എന്നതുകൊണ്ട് എല്ലാ ഗ്രമാറ്റിക്കൽ കാര്യങ്ങളും ആ കുട്ടിക്ക് ക്ലിയർ ആണല്ലോ. നോട്ട് ഓൺലിയും ബട്ട് ആൾസോ എയ്തർ നെയ്തർ ആസ് സൂൺ ആസ് ആസ് മച്ച് ആസ് ആസ് ഫാർ ആസും ഇൻട്രോഗേറ്റീവ് അഫർമേറ്റീവും മാറാതെ എഴുതിയത് കൊണ്ടല്ലേ ഈ കുട്ടിക്ക് 100ൽ 100 മാർക്ക് കിട്ടിയേ.
പക്ഷേ ഒരിക്കലും ആ കുട്ടിക്ക് അത് ഉപയോഗിക്കാൻ കഴിയില്ല സ്കില്ലില്ലെങ്കിൽ. നോളജ് വേറെയാണ്, സ്കില്ല് വേറെയാണ്. ഇംഗ്ലീഷിൽ 100-ൽ 100 മാർക്ക് കിട്ടി, ഇനി SSLCക്ക് 1000-ൽ 1000 മാർക്കും കിട്ടി. എന്നിരുന്നാലും ഇംഗ്ലീഷിൽ 2 മിനിറ്റ് പോലും അയാൾക്ക് സംസാരിക്കാൻ കഴിയില്ല സ്കില്ലില്ല എങ്കിൽ. ഇതാണ് സ്കില്ലും നോളജും തമ്മിലുള്ള വ്യത്യാസം. നോളജ് എന്നും ഇങ്ങനെ നമ്മൾ അക്യുമുലേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒന്നാണ്. അത് കൂടിക്കൂടിയേ വരും. കൂടും തോറും, ക്ഷമിക്കണം കേട്ടോ, കൂടും തോറും സ്കില്ല് കുറഞ്ഞേ വരും. ഞാൻ സൈക്കോളജി അപ്പോൾ പറയുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ നോളജ് കൂടും തോറും സ്കില്ല് കുറഞ്ഞു വരുന്നതാണ് ഇന്നത്തെ പഠനം. ഉദാഹരണത്തിന് ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ അധികം പഠിക്കാത്ത ആൾക്കാർക്ക് കുറേശ്ശെങ്കിലും ഇംഗ്ലീഷ് പറയാൻ പറ്റും. അതിനെ ലിറ്ററേച്ചറും പഠിച്ച് MA ലിറ്ററേച്ചറും പഠിച്ച് അതിൻ്റെ ഇൻഡെപ്തിലേക്ക് ഇറങ്ങിയ ആൾക്ക് ഇത് പറയാൻ പേടിയായിരിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇമാം ഗസാലി പറയുന്നുണ്ട്, അറിവ് ദൈവത്തെ അറിയാനൊരു മറയാകുമെന്ന്. അത്ര മനസ്സിലാക്കാൻ പറ്റാത്തൊരു വാക്കാണ്. അതീവമായ അറിവ് ദൈവത്തെ അറിയാനൊരു മറയാകും. കാരണം ദൈവത്തെ അറിയേണ്ടത് നിഷ്കളങ്കമായ മനോഭാവത്തോടു കൂടിയിട്ടാണ്. പെട്ടെന്ന് സ്പോക്കൺ ഇംഗ്ലീഷിന് ചേർന്ന് കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ സംസാരിക്കൽ ഗ്രാമർ അറിയാത്ത ആളുകളാണ്. 12 വർഷം ഗ്രാമർ പഠിച്ച ഒരാൾക്ക് 1 മാസം കൊണ്ടൊന്നും ഇംഗ്ലീഷ് പഠിയില്ല. എനിക്കറിയാം, ഞാൻ പ്രശസ്തമായൊരു കോളേജിൽ പോയി. കോളേജിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. ഏകദേശം 97% മാർക്ക് കിട്ടിയാലേ അവിടെ അഡ്മിഷൻ ഉള്ളൂ. മലബാറിലെ പ്രശസ്തമായൊരു ക്യാമ്പസാണ്. അവിടുന്ന് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു അധ്യാപകൻ എന്നോട് പറഞ്ഞത്, സാർ ഞങ്ങളിപ്പോൾ ആകെ കുടുങ്ങിയിരിക്കുകയാണ്. കാരണം ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഗൾഫിലും അവിടെ ഇവിടെയൊക്കെ പഠിച്ചു വന്നിട്ട് അപാരമായ ലാംഗ്വേജാണ്. ഞങ്ങൾ ഈ PhDയും കാര്യങ്ങളുണ്ട് എന്നുള്ളത് ശരിയാണ്, പക്ഷേ അവരോട് കോമ്പീറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. അതിനെന്ത് ചെയ്യണം? എന്നോടൊരു കോളേജിൽ നിന്ന് ഒരു 10-15 കൊറോണ സമയത്ത് ഒരു 10-15 പെൺകുട്ടികൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, സാർ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ എന്താ ചെയ്യണ്ടേ? ഞാനങ്ങനെ ലിംഗ്വിസ്റ്റിക്കിൻ്റെ ഭയങ്കര അധ്യാപകനൊന്നുമല്ല, പക്ഷെ അതിൻ്റെ ഒരു മെത്തേഡ് അറിയുന്ന ഒരാളെന്ന നിലയ്ക്ക് ചിലപ്പോൾ ചോദിക്കായിരിക്കാം. അപ്പോൾ ആ കുട്ടികളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ലോകത്തിൽ ഏറ്റവും പ്രശസ്തമായ കുറേ സ്പീക്കേഴ്സുണ്ട്, ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് ആ കുട്ടികൾക്ക് ഞാനൊരു പേര് പറഞ്ഞു കൊടുത്തു. യാസ്മിൻ മുജാഹിദിൻ്റെ പേര് പറഞ്ഞു കൊടുത്തു. മുഗാഹദ് എന്നാണ് പറയുക. സൈക്കോളജിസ്റ്റാണ്, അമേരിക്കക്കാരിയാണ്, അതിമനോഹരമായ സ്പീച്ചാണ്, വാല്യൂസാണ് സംസാരിക്കുക, എന്തോ ആകട്ടെ. ആ കുട്ടികൾ ഏകദേശം 15 മക്കൾ 1.5-2 മാസത്തോളം അത് തന്നെ കേട്ട് ഞാൻ അവരോട് പറഞ്ഞു, അത് കേൾക്കണം, ആ ടോപ്പിക്കിനെ വെച്ച് നിങ്ങൾ സംസാരിക്കണം. എന്നിട്ടൊരു ആപ്പുണ്ട്, ആ ആപ്പിലേക്ക് കയറിയിട്ട് അതിനോട് എത്ര % ഇത് കോമ്പീറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്ന് നിങ്ങൾ നോക്കണം. അവരുടെ സ്പീച്ച് കേൾക്കുക, അതേ സ്പീച്ച് തന്നെ നമ്മൾ പറയുക, നമ്മൾ പറഞ്ഞിട്ട് എത്ര % കാണിക്കാനുള്ള ആപ്പുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം സംസാരിക്കുമ്പോൾ 10%, അത്യാവശ്യം നന്നായി ഇംഗ്ലീഷ് അറിയുന്നവർ 20% ഒക്കെ ആവുള്ളൂ. അപ്പം ഈ ഒരു രീതിയിൽ പറഞ്ഞു, ആ കുട്ടികൾ ഫാന്റാസ്റ്റിക് ആയിട്ട് ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. ഈ സ്കില്ലെന്ന് പറഞ്ഞാൽ അത് നോളജുമായി ബന്ധമുണ്ടെങ്കിലും അതിൻ്റെയും അപ്പുറത്താണ്. ഇപ്പം ശ്രീകുട്ടൻ ഇവിടെ നിന്നിട്ട് അതിമനോഹരമായിട്ട് ആ ലാസ്റ്റ് ആ എൻഡിങ് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ, കേട്ടില്ലേ? വയലിൻ കൊണ്ട് അതിനെങ്ങനെ ആ സരിഗമപതനിയിലുള്ള സ്പീഡ് സാധനമാണ് ഈ വയലിനിൽ അവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീകുട്ടൻ പോയോ? അപ്പം ശ്രീകുട്ടൻ അവൻ ഏത് പാട്ടാണ് പാടിയതെന്ന് ചോദിച്ചാൽ ഇതിൽ ഏകദേശം 90% ആൾക്കാർക്കും അത് അറിയില്ല, ഏത് പാട്ടാണ് അവൻ ഇപ്പോൾ വയലിനിൽ കളിച്ചത് എന്നുള്ളത്. കാരണം നമ്മുടെ അതിലുള്ള നോളജ് അത്രയേ ഉള്ളൂ. അവൻ ആദ്യം എന്ത് ചെയ്തു? പല്ലവി, പിന്നെ അനുപല്ലവി, പിന്നെ ചരണത്തിലേക്ക് കടന്നു. അതറിയും, എന്ത് ചരണം, എന്ത് അനുപല്ലവി, അങ്ങനെയാണ്. അപ്പോൾ പല്ലവിയും അനുപല്ലവിയും വളരെ സ്ലോ ആയിരുന്നു. ചരണത്തിലേക്ക് കയറിയപ്പോൾ അതിൻ്റെ ക്ലോസിംഗ് ആണ്. ആ ചരണം ഇങ്ങനെ ഇട്ടിട്ട് കളിച്ചു. അതൊരു സാധാരണ ഒരാൾക്ക് കഴിയുന്ന ഒന്നല്ല. നമ്മളൊക്കെ വർഷങ്ങൾ തപസ്സിരിക്കണം. ആ ഒരു രീതിയിലേക്ക് ഒരു വയലിനെ എത്തിക്കുന്ന ഒരുത്തൻ്റെ പേര് കൂടിയാണ് സ്കിൽ എന്ന് പറയുന്നത്. അതാണ് കഴിവ്. ഈ കഴിവും നോളജും തമ്മിൽ വലിയ ബന്ധമില്ല എന്ന് പറയാനുള്ള കാരണം, ഞാൻ പറയുന്നത് ശരിക്കും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുള്ളതാണ്, ഒന്നും കൂടി ആവർത്തിച്ച് പറയാം. 11 വയസ്സുള്ള ഒരു കുട്ടി പറയുമ്പോൾ തന്നെ ഈ തലമുറയിലെ മക്കൾക്കൊക്കെ അറിയാം, രാത്രി 1 മണിക്ക് വിശന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. വിശന്നിട്ട് ഇറങ്ങുകയാണ്. കാരണം വീട്ടിലുള്ള കുട്ടികൾക്ക് അന്നം കൊടുക്കാൻ പാവം അമ്മക്ക് കഴിയുന്നില്ല. കാരണം അമ്മ അയൽവാസികളായ വീടുകളിലൊക്കെ പോയി തുടപ്പുകാരിയായി അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛം വേതനം കൊണ്ട് മക്കളെ പോറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇത് കഴിഞ്ഞിട്ട് ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല. ഞാൻ പറയുന്നത് 100 വർഷം അപ്പുറത്തേക്ക് കടന്നുപോയൊരു കഥയല്ല. ആ 11 വയസ്സുള്ള കുട്ടി ജസ്റ്റ് പുറത്തിറങ്ങുന്നു. എന്തെങ്കിലും കിട്ടുമോ? നല്ല വസ്ത്രം പോലും അല്ല. അങ്ങനെ അവൻ്റെ ടൗണിലെത്തി
ആ ടൗണിലൊരു ബർഗർ ഷോപ്പിലെത്തുന്നു. പറയുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവും ഇത്. ബർഗർ ഷോപ്പിലെത്തി ആ ബർഗർ ഷോപ്പിൽ നിന്ന് ഒരു ബർഗർ കിട്ടുമോ? പട്ടിണി കിടക്കുന്ന ആ പാവം കുട്ടി ആലോചിക്കുന്നു. ആദ്യ സമയത്ത് ഇവനൊരു തെരുവ് കുട്ടിയെ പോലെ തോന്നിക്കുന്നത് കൊണ്ട് കൊടുത്തില്ല. കുറച്ചുകൂടി അവിടെ വെയിറ്റ് ചെയ്തു. ചരിത്രം നിങ്ങൾ പഠിക്കണം. അങ്ങനെ ഈ കുട്ടി കുറേ നേരം നിൽക്കുന്നത് കണ്ടപ്പോൾ അവിടുത്തെ സ്റ്റാഫായിട്ടുള്ള ലേഡി ബാക്ക് സൈഡിലൂടെ വിളിച്ചു. ആ വിളി ഇങ്ങനെയുള്ളൊരു ആംഗ്യമുണ്ടല്ലോ, അത് ആ സ്ത്രീയുടെ ലോകത്തേക്കുള്ളൊരു ഉയർച്ചയായിരിക്കാം. വെറുതെ ഇങ്ങനെ വിളിച്ചു ആ കുട്ടി. എന്നിട്ട് ആ കുട്ടിക്ക് ഒരു ബർഗർ പിന്നറിലൂടെ കൊടുത്തു. അന്ന് വിശപ്പ് മാറ്റിയത് ആ ബർഗറും കൊണ്ടാണ്. കാലം കുറെ കഴിഞ്ഞു പോയി. ഈ 11-കാരൻ ലോകമറിയപ്പെടുന്ന ഇതിഹാസ താരമായി മാറി. അവൻ പിന്നെ അവൻ്റെ ടൗണിലേക്ക് വരുമ്പോൾ ആ ടൗണിൻ്റെ അപ്പുറത്തുള്ള ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ പേര് പോലും അവൻ്റേതാണ്. റൊണാൾഡോ എന്ന പേരാണ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ പേര്. ആ കുട്ടി പിന്നെ കടന്നു വന്നത്, അവൻ്റെ നാട്ടിൽ വന്നിട്ട് ആദ്യം അന്വേഷിച്ചത് ഈ പെൺകുട്ടിയെയാണ്. ഈ സ്ത്രീ എവിടെ എന്നതാണ്. ആ സ്ത്രീ എവിടെയോ വീട്ടിലിരിപ്പുണ്ട് എന്ന് കേട്ടിട്ട് ആ ടൗണിൽ കിട്ടാവുന്ന ആ പ്രദേശത്ത്, ഇപ്പം കേരള സ്റ്റേറ്റ് എന്ന് വിചാരിച്ചോ, അങ്ങനെയുള്ള ആ സ്റ്റേറ്റിൽ കിട്ടാവുന്ന ഏറ്റവും ടോപ്പ് സ്റ്റാർ ഹോട്ടൽ, റെസ്റ്റോറൻ്റ് അടങ്ങുന്ന ഹോട്ടൽ സമ്മാനമായി ഈ പെൺകുട്ടിക്ക് കൊടുത്തിട്ടാണ് അവൻ ഫ്ലൈറ്റ് തിരിച്ചു കയറുന്നത്. ദാറ്റ് ഈസ് സ്കിൽസ്. ഒരു മനുഷ്യൻ്റെ കഴിവതാണ്. 11-ാമത്തെ വയസ്സിൽ പട്ടിണി കിടക്കുന്നിടത്ത് നിന്ന് ഉയർന്നു വന്ന് ദ ഗ്രേറ്റ് റൊണാൾഡോ എന്ന ഇന്നത്തെ ഇതിഹാസ കളിക്കാരനായി മാറിയത് ആ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ആ ഒരു പെണ്ണിൻ്റെ ഇങ്ങനെയുള്ള വിളിയിലാണ്. ആ ഒറ്റ വിളിയിൽ പിന്നീട് അവൻ തിരിച്ചു കൊടുക്കുന്നത് ആ രാജ്യത്ത് കിട്ടാവുന്ന, ആ പ്രദേശത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല റെസ്റ്റോറൻ്റാണ് തിരിച്ച് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. അതിലേറ്റവും അതിശയോക്തി എന്താണെന്ന് വെച്ചാൽ, ഈ അന്ന് പട്ടിണി കിടക്കുന്ന സമയത്ത് ഇവനെ ആരും അറിയില്ല. പക്ഷെ ജസ്റ്റ് ഒരു 10-20 വർഷമായപ്പോഴേക്കും ലോകം അവനെ അറിഞ്ഞു. 17-ാമത്തെ വയസ്സ് മുതൽ അറിഞ്ഞു. പിന്നീട് അതിൻ്റെ മുകളിലേക്ക് കയറിപ്പോയി. ചുരുക്കി പറഞ്ഞാൽ ആ പ്രദേശത്തെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ പേര് പോലും അവൻ്റെ ഇട്ടു എന്നുള്ളതാണ്. ജീവിച്ചിരിക്കുമ്പോൾ ഇന്ദിരാഗാന്ധി പിന്നെ എയർപോർട്ട് ഉണ്ട് നമുക്ക് ഡൽഹിയിൽ, അല്ലെങ്കിൽ മറ്റു പല പിന്നെ നെഹ്റുവിൻ്റെ പേരിൽ എയർപോർട്ട് ഉണ്ടാകും, അല്ലെങ്കിൽ പല ഛത്രപതിയുടെ പേരിൽ എയർപോർട്ട് ഉണ്ടാകും. അവരൊക്കെ മരിച്ചു പോയതിനു ശേഷമാണ് ഇതൊക്കെ ഇടുക. ഇപ്പം പലരും ജീവിച്ചിരിക്കുമ്പോൾ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ജീവിച്ചിരിക്കുമ്പോൾ അയാൾ ഭരണാധികാരിയല്ല, എന്നിട്ടും പ്രതിപാദനത്വത്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തിൻ്റെ പേരിടുന്നത്. ഇതാണ് സ്കില്ല്. എത്ര പേരെ പഠിച്ചു എന്ന് ചോദിച്ചാൽ എന്താ കാര്യം? ഞാൻ പറഞ്ഞത് പഠിക്കേണ്ടതെന്നല്ല കേട്ടോ. സ്കില്ലിനെ പറ്റി പറയുമ്പോൾ ഇത് പറയുമ്പോൾ അത് കട്ട് ചെയ്തിട്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ യൂട്യൂബിൽ വിടരുത്. എനിക്കൊരു വരുമാനവും യൂട്യൂബിൽ നിന്ന് കിട്ടാറില്ല, ഞാനത് തേടി പോകാറുമില്ല. ആയിരക്കണക്കിന് വീഡിയോസ് ചിലപ്പോൾ യൂട്യൂബിലുണ്ടാവും. എൻ്റെ വരുമാനം ഒരിക്കലും യൂട്യൂബല്ല. എനിക്ക് ബിസിനസ്സുകളുണ്ട്, പേരിനെങ്കിലും 6 രാജ്യത്ത് ബിസിനസ്സുണ്ട്. ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, അതുകൊണ്ട് ഇതിൽ നിന്ന് കിട്ടിയിട്ട് വേണ്ട, അതുകൊണ്ട് അത് കട്ട് ആൻഡ് പേസ്റ്റ് ഇട്ടിട്ട് വേറെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഇടരുത് ഭാവിയിൽ, ദയവ് ചെയ്തിട്ട്. ഞാൻ പഠിത്തത്തെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് തന്നെ പറഞ്ഞോട്ടെ. സ്കില്ല് വേറെയാണ്, പഠിത്തം വേറെയാണ്.